ഇന്നത്തെ കാലത്ത് ഒത്തിരിയധികം ആളുകൾക്കുള്ള ഒരു സംഭവമാണ് ഇമോഷണൽ സ്പെൻഡിങ്. എന്താണ് ഇമോഷണൽ സ്പെൻഡിങ് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിഗ്ഗി സൊമാറ്റോടെയൊക്കെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അവരിടയ്ക്കിടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വിടും. നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അഡ്വർടൈസിങ്ങുകളാണ് അവർ നമുക്ക് അയച്ചു തരുന്നത്. ഇപ്പോൾ അത് സിനിമ ഡയലോഗുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാമുകൻ കാമുകിയോട് പറയുന്നത് പോലെ ആയിരിക്കാം. ഒരു ഹുക്ക് അവരിട്ട് തരും. അപ്പോൾ നമ്മൾ അറിയാതെ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യും. നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ ഇൻസ്റ്റാഗ്രാമിന് കിട്ടാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാം അപ്പോൾ നൈസായിട്ട് ചില ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസ് സജസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും ക്രേവിംഗ് ഉണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ ബോറൊക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൗൺ ഏരിയയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ വെറുതെ എടുത്ത് നോക്കുന്ന ഒരു ആപ്പാണ് ഈ സ്വിഗ്ഗി സൊമാറ്റോ ആപ്പ്. എനിക്ക് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഞാനൊരു ബിരിയാണിയൊക്കെ തമിഴ് സ്റ്റൈലിലുള്ള മസാല ബിരിയാണിയൊക്കെ വാങ്ങിച്ച് ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. ഈ ഇമോഷണൽ സ്പെൻഡിങ് വലിയൊരു സംഭവമാണ്. ഞാനിത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൗൺ ഏരിയയിലൊക്കെ നിൽക്കുന്ന സമയത്ത്, ഞാൻ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് മുറ്റമില്ല, വേറെ സംഗതികളൊന്നുമില്ല, പുറത്തൊന്നും ഇറങ്ങിയിരിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങിപ്പോയി നമ്മളുടെ ഒരു കരിമുണ്ടൊക്കെ എടുത്ത് പുറത്തിറങ്ങിപ്പോയി എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കും. അതൊരു ഇമോഷണൽ സ്പെൻഡിങ് ആണ്.